ഹലോ മുത്തുമണീസ്, അങ്ങനെ നമ്മളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇന്നലത്തെ കാര്യം കേട്ടോ, ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്ന് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഇന്ന് രാവിലെ നമ്മുടെ സജി പോവായിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ പാക്കിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മയാണെങ്കിൽ ഓരോ സാധനവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫബിയുടെ അനിയത്തിയും രണ്ട് മക്കളും ഉണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം ലഗേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉമ്മ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യാൻ നല്ല നല്ല അച്ചാറുകളും ചെമ്മീൻ പൊടിയും തേങ്ങ വറുത്തതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ലാലിയും ഫബിയും എല്ലാവരും ഉണ്ട് പാക്കിങ്ങിനായിട്ട്. ഉപ്പയുണ്ട് കൂടെ. ഉപ്പ അങ്ങനെ ഡയറക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നലെ രാത്രി പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫബിയും ഹയമോളും കൂടെ എന്തൊക്കെയോ രഹസ്യം പറഞ്ഞ് വരുന്നുണ്ട്. കാരണം ഫബിയുടെ ഏറ്റവും ഹയമോളുടെ ഏറ്റവും അടുത്ത ആളാണ് ഫബി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഫബിയുടെ മാമയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു എൻ്റർടൈനറും കൂടെയാണ്. അടിപൊളിയാണ്. നല്ല ചിരിയും തമാശകളൊക്കെ ആയിട്ട് എപ്പോഴും നല്ല ആക്റ്റീവാണ്. ഉമ്മ പിന്നെ എപ്പോഴും പണിയിൽ തന്നെയാണ് കേട്ടോ. അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ പോകാനുള്ള ഡ്രസ്സുകളൊക്കെ ഇടാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളും ഫബിയുടെ വീട്ടിൽ നിന്ന് അവരും കൂടെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് തിരുവില്ലാമലയ്ക്ക് വരും വേണം. കാരണം ലാലി വരുന്നുണ്ട്. അപ്പോൾ ഫബിയുടെ കുഞ്ഞമ്മയും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടായിക്കോളാം എയർപോർട്ടിൽ, നിങ്ങൾ തിരുവില്ലാമല പൊയ്ക്കുമെന്ന് പറഞ്ഞു. കാരണം ജൂജു വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ലല്ലോ, അവന് വിഷമാവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ യാത്രയപ്പൊക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ തിരുവില്ലാമലയ്ക്ക് വരികയാണ് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല, കുളിക്കുക പോലും ചെയ്തില്ല. കാരണം ജൂജു 10 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് ഞങ്ങളൊരു 9:50 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരുവില്ലാമല വീട്ടിലെത്തി. അവിടെ എത്തി ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജൂജും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജൂജു പഠിക്കുന്നത് വെല്ലൂരാണ്, VITയിലാണ്. അപ്പോൾ അവനും കൂടെ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ജൂജുവുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിൻ്റെ മുമ്പ് ഇന്ന് ഈവനിങ് ഞങ്ങൾ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.